UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് മാസം ഒന്ന് തികയുന്നതിന് മുമ്പ് തന്നെ പോലീസിൽ ഒന്നാകെ വൻ അഴിച്ചുപണിക്കാണ് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് സംബന്ധിച്ച് പഠിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സർക്കാരും. കൂട്ടിയും കിഴിച്ചും പോലീസിൽ സ്ഥലം മാറ്റ പട്ടിക തയ്യാറായി കഴിഞ്ഞു. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായപ്പോൾ പാർട്ടി അനുഭവമുള്ളവരെയാണ് സുപ്രധാന കേന്ദ്രങ്ങളിൽ അവരോധിച്ചിരുന്നത്. ഇവരെയെല്ലാം പിൻവലിച്ച് പകരം മിടുക്കന്മാരെ നിയോഗിക്കുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. LDF ഭരണകാലത്ത് പോലീസിന്റെ പല കാട്ടാളത്തരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നു കേരളം. ഗൺമാന്മാരുടെ മർദ്ദനവും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസുകാരന്റെ ചെവി അടിച്ചു തകർത്തതും അടക്കമുള്ള സംഭവങ്ങൾ മുന്നിലുണ്ട്. അതിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തത് വടകര MP ആയിരുന്ന ഷാഫി പറമ്പിലിന് നേരെ നടന്ന അതിക്രമമാണ്. CI അഭിലാഷ് ദേവി എന്ന പോലീസുകാരനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ദൃശ്യങ്ങൾ സഹിതം ഷാഫി പറമ്പിൽ തെളിയിച്ചതാണ്. ഈ പോലീസുകാരനെ ഏത് രീതിയിലായിരിക്കും UDF കൈകാര്യം ചെയ്യുക എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. സ്ഥാനചലനവും പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടക്കം ഇത്തരത്തിലുള്ള പോലീസുകാർക്കായി സർക്കാർ കരുതി വെച്ചിട്ടുണ്ട്. ഈ അഴിച്ചുപണിക്കിടയിൽ അവർക്കിട്ടുള്ള പണി കൂടി UDF നൽകുമ്പോൾ അന്ന് മർദ്ദനം ഏറ്റുവാങ്ങിയ ഷാഫി പറമ്പിലിനുള്ള നീതി കൂടിയാവുകയാണത്. നേരത്തെ ഷാഫി പറമ്പിൽ MP ആരോപണം ഉന്നയിച്ച CI അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു നോട്ടീസ് നൽകിയിരുന്നു. പോലീസിലെ ക്രിമിനൽ ആണെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു നോട്ടീസ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകുകയുള്ളൂ. എന്നാൽ ഭരിക്കുന്ന കക്ഷിയുടെ സ്വന്തം ആളാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പ്രത്യേകം പറയേണ്ട കാര്യവും ഇല്ല. നൽകിയ നോട്ടീസ് കീറിയെറിഞ്ഞ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തന്നെ CIയെ തിരിച്ച് സർവീസിലെടുത്ത് എന്നതിന്റെ തെളിവാണ് പുറത്തു വന്നത്. ഇത് ഷാഫിയെ മർദ്ദിക്കാൻ പിണറായി വിജയൻ നൽകിയ കൊട്ടേഷനാണെന്ന് പറയേണ്ടി വന്നാലും തെറ്റു പറയാൻ സാധിക്കില്ല. അഭിലാഷ് ഡേവിഡിനെ തന്റെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി ആരംഭിച്ചതാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. പിരിച്ചുവിടലിനുള്ള പേപ്പർ വർക്കുകൾ നടക്കുന്നതിനിടയിലാണ് CPM നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് ഷാഫിയെ ലക്ഷ്യം വെച്ച് ഈ പോലീസുകാരനെ ഇറക്കിവിടുന്നത്. ഇതിനെ തുടർന്നാണ് അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നത്. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ കണക്കിലെടുത്ത് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഷാഫി പറമ്പിൽ MP വെളിപ്പെടുത്തിയിരുന്നു. ഷാഫിയെ മർദ്ദിക്കുമ്പോൾ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായിരുന്നു അഭിലാഷ് ഡേവിഡ്. ക്രിമിനൽ ബന്ധങ്ങളും ലൈംഗികാതിക്രമ കേസ് അന്വേഷണത്തിലെ വീഴ്ചയും കണക്കിലെടുത്ത് 2023 ജനുവരിയിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയതായി തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ച അഭിലാഷ് സേനയിൽ തിരിച്ചെത്തിയത് രാഷ്ട്രീയ കാരണങ്ങളാലാണ്. തിരുവനന്തപുരത്തെ CPM ഓഫീസുകളിലെ നിത്യസന്ദർശകനാണ് ഇയാളെന്നും ഷാഫി ആരോപിച്ചിരുന്നു. വഞ്ചിയൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യസന്ദർശകനായ ഈ പോലീസുകാരനെ നോട്ടമിട്ടതായി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും അറിയിച്ചതോടെ കോൺഗ്രസാണ് ഭരണത്തിലെങ്കിൽ ഇയാൾ നക്ഷത്രമെണ്ണുമെന്ന് അന്ന് ഉറപ്പായിരുന്നു. അത്തരം നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. എന്തായാലും സർക്കാർ അധികാരത്തിലേറി 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും പിണറായി സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് പ്രധാന പദവികളിലെല്ലാം ഇരിക്കുന്നത്. എത്രയും വേഗം അഴിച്ചുപണി നടത്തി UDF സർക്കാരിന്റെ പോലീസായി രൂപപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. DGPയായ റവാഡ ചന്ദ്രശേഖർ തുടരും. അദ്ദേഹം വിരമിക്കുന്ന 2027 ജൂലൈ വരെ അദ്ദേഹം തന്നെയാകും പോലീസ് മേധാവി. വിജിലൻസ് ഡയറക്ടർ കസേരയിൽ മനോജ് എബ്രഹാമിനും മാറ്റമുണ്ടായേക്കില്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് H വെങ്കടേഷിനെ നീക്കിക്കൊണ്ടാകും മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത്. ദിനേന്ദ്ര കശ്യപ്, P വിജയൻ എന്നിവരാണ് പകരം പരിഗണനയിൽ. പോലീസിന് പുതിയ മുഖമെന്ന പരിഗണനയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് 6 വർഷമായി കേരളത്തിലില്ലാതിരുന്ന കശ്യപിന്റെ സാധ്യത കൂട്ടുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങളിലെ പരിചയം നോക്കിയാൽ വിജയന് നറുക്കു വീണേക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും UDF നോട്ടമിട്ട CPM പോലീസുകാർക്ക് ഈ അഴിച്ചുപണിയിൽ കാത്തിരിക്കുന്നത് മുട്ടൻ പണിയാണ്.